ശ്രീകണ്ഠേശ്വരത്തെ പ്രദോഷത്തെക്കുറിച്ച് ഒരു വോയിസ് ഓവർ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നാളായിട്ട് ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. കഴിഞ്ഞ പ്രദോഷത്തിന് ഞാനെടുത്ത വീഡിയോസിന് അത്യാവശ്യം നല്ല വ്യൂസും ലൈക്കൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. തിരുവനന്തപുരത്തുകാർക്ക് ശ്രീകണ്ഠേശ്വരത്തെക്കുറിച്ചും പ്രദോഷത്തെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രദോഷം എന്ന് പറയുന്നത്, പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് മഹാദേവൻ ഏറ്റവും പ്രീതനായിരിക്കുന്ന സമയം എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ മഹാദേവൻ ദേവതകളുടെ മുന്നിൽ ആനന്ദ നൃത്തമാടുന്ന സമയമാണ് പ്രദോഷമെന്നും പറയപ്പെടുന്നു കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും എളുപ്പത്തിലും ഇരട്ടിയും ഫലം കിട്ടുമെന്നാണ് വിശ്വാസം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ പ്രദോഷ വ്രതം നോറ്റ് ഈ പ്രദോഷം കാണാനായിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്, പ്രദോഷം തൊഴാനായിട്ട് വരുന്നത്. 6 മണി കഴിയുമ്പോൾ പ്രദോഷ പൂജ തുടങ്ങട്ടെ. ആ പ്രദോഷ പൂജയെല്ലാം കഴിഞ്ഞ് 7 മണിയോടുകൂടി പ്രദോഷ ദീപാരാധനയും കഴിയും. ആ സമയത്ത് നല്ല തിരക്കാണ്. നമുക്ക് എല്ലാവർക്കും നിന്ന് കാണാൻ പോലും പറ്റില്ല, അത്രത്തോളം തിരക്കാണ്. ദീപാരാധന കഴിഞ്ഞ് കഴിയുമ്പോൾ നന്ദിദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. നന്ദിദേവനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പുറകെ മഹാദേവനെയും എഴുന്നള്ളിച്ച് നന്ദിദേവൻ്റെ പുറത്തിരുത്തി അഭിഷേകമാണ് ഏറ്റവും മെയിൻ. ഈ അഭിഷേകം ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ തന്നെ കൊടുക്കുന്ന പനിനീരാണ്. ഒരു കുടം പനിനീരിന് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പനിനീരാണ് അഭിഷേകം കഴിക്കുന്നത്. അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ തന്നെ കൊടുക്കുന്ന പൂമാലകളും ഹാരവും പട്ടും ഒക്കെ ആയിട്ട് മഹാദേവനെ നന്ദിദേവനെ നന്നായിട്ട് അലങ്കരിക്കും. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ എത്ര നേരം വേണമെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഒരുക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ അലങ്കാരം എല്ലാം കഴിഞ്ഞ് ദീപാരാധനയാണ്. ദീപാരാധന കഴിഞ്ഞ് വലം വയ്ക്കുകയാണ് ചെയ്യുന്നത്. വലം വയ്ക്കുമ്പോൾ ശരിക്കും അടുത്ത തടപ്പള്ളിയുടെ സൈഡിൽ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് മഹാദേവനെ നന്നായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പടിഞ്ഞാറേ നടയിലെത്തിയിട്ട് വീണ്ടും ഒരു ദീപാരാധന ഉണ്ട് കേട്ടോ. അപ്പോൾ മുന്നിലെ ദീപാരാധന തൊഴാൻ പറ്റാത്തവർക്ക് പടിഞ്ഞാറേ നടയിൽ നിന്നാലും ദീപാരാധന കണ്ട് തൊഴാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വലം വെച്ച് പൂർത്തിയാകുന്നത്. 3 വലതാണ് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വാഹന എഴുന്നള്ളത്താണ്. വലിയ വാഹനം എന്ന് പറയുന്നത് വലിയ നന്ദിവാഹന എഴുന്നള്ളത്ത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് സാധാ പ്രദോഷ ദിവസങ്ങളിൽ എഴുന്നള്ളിക്കുന്ന നന്ദിവാഹനമാണ്. അല്ലാതെ വലിയ വാഹന എഴുന്നള്ളത്തുണ്ട്. അത് വർഷത്തിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ. ഒന്ന് ശിവരാത്രി, രണ്ടാമത്തത് ഉത്സവത്തിൻ്റെ 5-ാം ദിവസം. അതായത് ഇപ്പോൾ ഡിസംബർ 25-ാം തീയതി ധനുമാസ തിരുവാതിര ഉത്സവം ആരംഭിക്കുകയാണ്. അപ്പോൾ 5-ാമത്തെ ദിവസം വലിയ വാഹന എഴുന്നള്ളത്താണ്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ പറ്റുമെങ്കിൽ വന്ന് ഒരു തവണയെങ്കിലും മഹാദേവനെയും കണ്ട് പ്രദോഷവും കണ്ടു പോകാൻ പറ്റിയാൽ അത്രയും വലിയ പുണ്യമൊന്നും എനിക്ക് പറയാൻ പറ്റും. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ച. നമ്മൾ എത്ര കണ്ടാലും നമ്മൾ ഈ തവണ പോയി അടുത്ത തവണ പോകണ്ടെന്നല്ല, പിന്നെയും നമുക്ക് പോകാനാണ് തോന്നുന്നത്. അത്രത്തോളം മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. പിന്നെ എവിടെ നിന്ന് വരുന്നവർക്കായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. കാരണം ഭക്ഷണം ഉൾപ്പെടെയുണ്ട്. ദീപാരാധന കഴിഞ്ഞ ഉടനെയും ഭക്ഷണമുണ്ട്. പ്രദോഷം ഫുൾ വലം വെച്ച് കഴിഞ്ഞിട്ടും ഭക്ഷണം, എഴുന്നള്ളത്ത് കഴിഞ്ഞിട്ടും ഭക്ഷണമുണ്ട്. നല്ല നേദ്യച്ചോറും അച്ചാറും സാമ്പാറും തൈരും ചമ്മന്തിയൊക്കെ കുട്ടികൾ നല്ല ഭക്ഷണമാണ്. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്കായാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഭക്ഷണം ഉൾപ്പെടെ അമ്പലത്തിൽ തന്നെ ഉണ്ട്. മഴയാണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരെ നനഞ്ഞ വെള്ളത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് പ്രദോഷം തൊഴാനായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അത്രത്തോളം ആൾക്കാർക്ക് വിശ്വാസമാണ് ഈ മഹാദേവനെ. ശ്രീകണ്ഠേശ്വരത്തപ്പനെ ഒരു തവണ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വരാൻ തോന്നാതെ ഞാൻ ഉറപ്പ് പറയുന്നു. അത്രത്തോളം നമുക്ക് എന്തോ ഒരു നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു പ്രത്യേകതയുള്ള അമ്പലമാണ് ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രം. ഇതിപ്പോൾ നോർമൽ തിരക്കാണ്. അല്ലാത്തൊരു സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ നിൽക്കാൻ പോലും പറ്റില്ല. അത്രത്തോളം തിരക്കുള്ള അമ്പലമാണ് കേട്ടോ.